പ്രിയപ്പെട്ടവരെ, ആരാണിവനെന്നറിയാമോ? ഇവൻ RSSന്റെ കയ്യിൽ നിന്നും പൈസ മേടിച്ചുകൊണ്ട് ഇവിടുത്തെ ഹിന്ദുവിനെയും മുസൽമാനെയും തമ്മിൽ തല്ലിപ്പിക്കാൻ നടക്കുന്നവൻ. കാസ ക്രിസ്ത്യനാണ് ഇവൻ. പരസ്പരം സ്നേഹിച്ചു ജീവിക്കുന്ന ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യനെയും തമ്മിൽ തല്ലിപ്പിച്ച് അവൻ്റെ ചാനൽ വളർത്തി സംഘപരിവാറിൻ്റെ കയ്യിൽ നിന്നും കാശും വാങ്ങിച്ച് ഈ നാടിനെ രണ്ട് തട്ടാക്കുന്നതിൽ ഇവൻ വഹിക്കുന്ന പങ്ക് ഈ നാട്ടിലെ എല്ലാ മനുഷ്യർക്കും, അത് അരിയാഹാരം കഴിക്കുന്നവർക്കറിയാം. ഇവനെ എന്തുകൊണ്ട് പിണറായി സർക്കാർ നിലയ്ക്ക് നിർത്തുന്നില്ല? ഇവനെ പോലുള്ളവനെ നിലയ്ക്ക് നിർത്തിയില്ലെന്നുണ്ടെങ്കിൽ വരും കാലത്ത് ഒരു 5 വർഷം 6 വർഷം കഴിയുമ്പോൾ ഈ നാട് എന്തുമായിത്തീരും? അതായത് ജനങ്ങൾ മുഴുവൻ ഇൻ്റർനെറ്റിന് അടിമകളാണ്. ആ മനുഷ്യരിതെല്ലാം കാണുകയാണ്, അവരുടെ എല്ലാം ബോധം നശിക്കുകയാണ്, മനുഷ്യർ തമ്മിൽ തല്ലുകയാണ്. ഇവനെയൊക്കെ നിലയ്ക്ക് നിർത്താൻ ഈ സർക്കാർ ഇറങ്ങി തിരിച്ചില്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ നെറുകേടാണ് ജനങ്ങളോടുള്ള. സത്യം പറഞ്ഞാൽ മൊബൈലും ഒന്നും ഇല്ലാത്ത ആ ലോകമുണ്ട് 1990, 2000 കാലഘട്ടം, 2005 കാലഘട്ടമൊക്കെ സത്യം സുവർണ കാലഘട്ടമായിരുന്നു ഇന്ത്യയുടെ. എന്തു മനോഹരമായിരുന്നു ആ ജീവിതം. അതും മതിയായിരുന്നു. ആ അച്യുതാനന്ദനൊക്കെ ഭരിച്ച സമയമുണ്ടല്ലോ, ഞാൻ ഇപ്പോഴും ഓർക്കുമ്പോൾ ഒരു പ്രശ്നം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർക്കെടുത്തെടുക്കാൻ പറ്റുമോ? അച്യുതാനന്ദൻ്റെ പറ്റത്തില്ല. അതാണ് അച്യുതാനന്ദൻ. ഞാൻ ആരെയും കുറ്റം പറയുമല്ല, പക്ഷേ